ലോങ് ടൈം ഒന്നും ആയില്ല കേട്ടാ. ലോങ് ടൈം ഒന്നും ആയില്ല. ഞാൻ ഗെയിമിംഗ് റൂമിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി, കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. പിന്നെ ബാക്കിൽ ഒരു ഷെൽഫ് സെറ്റ് ചെയ്തു. പയ്യൻ ചെറുക്കൻ ഭയങ്കര നിർബന്ധം എന്ന് പറഞ്ഞാൽ ഈ കാറൊക്കെ മേടിക്കാനേ ഭയങ്കര പ്രശ്നമാണ്. വെളുത്തല്ല, ലൈറ്റ് ഓഫ് ആക്കിയ ഇപ്പൊ വീണ്ടും ഞാൻ മറ്റേ കോലം കെടും. മനസ്സിലായി? ഇതൊക്കെ ബ്രൈറ്റ് ഫോക്സിന്റെ ഒരു ഇൻസ്പിറേഷനിൽ ചെയ്ത കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഇതെല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ലോക്കോടെ ബോർഡ് കളഞ്ഞതല്ലടാ. ലോക്കോടെ ബോർഡ് ഓണത്തിന്റെ വെള്ളവടിക്കിടയിൽ പാട്ടിട്ട സമയത്ത് പൊത്തോന്ന് പറഞ്ഞ് താഴെ വീണു. അത് താഴെ വീണ് ചെതറിപ്പോയി. മനസ്സിലായോ? ആ ബേസ്, ഇതിന്റെ ബേസിൽ സാധനം പൊട്ടി താഴെ വീണാണ് സാധനം പോയത്. അവിടെ ആകെ ഒരു ആണി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ ആ ആണി ഇരുന്ന് ഊരി കളയേണ്ട വന്നു. ന്യൂ സ്പെക്സ് മേടിച്ചു. പഴയ സ്പെക്സ് ഒടിഞ്ഞു പോയി. അതുകൊണ്ട് ഇതാണ് ഗൈസ്. എല്ലാവരുടെയും ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ ഓണം അട്ടക്കൂറ ശോകമായിരുന്നു. ഇവിടുത്തെ ഓണം കാര്യങ്ങളൊന്നും വലുതായിട്ട് അങ്ങനെ കൂടാനൊന്നും പറ്റിയില്ല. കുറേ കാര്യങ്ങളും പരിപാടികളൊക്കെ അതിനകത്ത് വന്നു. അതുകൊണ്ട് എനിക്ക് ആകെ ഈ വട്ടത്തെ ഓണം വലിയ രസമില്ലായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റ് ചെയ്ത് അൻവിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൻവിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പുറത്തൊക്കെ പോയി കുറേ ഡീലേഴ്സിനെയൊക്കെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ സത്യം പറഞ്ഞ കേസ് ഞാൻ ആദ്യം വിചാരിച്ചത് എന്താ വെച്ചാൽ അറിയാം, ചെറിയ എന്താ പറയുക, ക്ലോത്ത് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിൽ തരാം എന്നുള്ളൊരു സാധനം ഞാൻ വെച്ചാൽ ബ്രാൻഡിൻ്റെ വില കൂട്ടിയെന്ന് പറയുമല്ല ഏട്ടാ. ഞങ്ങൾ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ഇതൊരു കാര്യം പിടികിട്ടിയത്. എടാ എന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മൾ ആക്ച്വലി ഇതുപോലെ ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ടീഷർട്ടിന് 150 രൂപ ഉള്ളൂ. ഞാൻ ഇട്ടേക്കുന്ന ഈ ടീഷർട്ടിന് 150 രൂപയാണ് ഇതിന്റെ വില. ഇത് ഞാൻ തന്നെ പ്രിന്റ് എടുത്തതാ. ഈ ഒരു പ്രിന്റ് ചുമ്മാ ഞാൻ തന്നെ വീട്ടിൽ തന്നെ പ്രിന്റ് ചെയ്തതാ. മനസ്സിലായ? അപ്പോൾ ഇപ്പം ഇതിന്റെ ബാക്കിൽ ഉണ്ടോന്ന് അറിയത്തില്ല. ബാക്കിൽ ഇതൊക്കെ ചുമ്മാ സ്റ്റിക്കർ അടിച്ച് പഠിച്ചതാ. അപ്പൊ ഈ ഒരു സാധനത്തിനൊക്കെ മൊത്തവും കൂടെ നമ്മുടെ ആകെ എത്ര 200 രൂപയ്ക്കകത്താണ് ഇതിന്റെയൊക്കെ ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ് എന്നൊക്കെ പറയണത്. അപ്പൊ ഞങ്ങള് സത്യം പറഞ്ഞാൽ ഈ ടീഷർട്ടിൽ ഇതെടുത്ത് പ്രിന്റ് ചെയ്ത് കൊടുക്കണ എല്ലാവരും ചെയ്യണ പരിപാടിയല്ലേ. അപ്പോൾ അൻവിൻ ഇതിനകത്ത് വന്നപ്പോൾ അവൻ കുറച്ച് എമൗണ്ട് കൂടി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ആ ബ്രാൻഡ് കുറച്ച് കിടിലമാക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആക്ച്വലി ഇവിടുത്തെ ബ്രാൻഡ്സിൽ അങ്ങനെ കിട്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ നോക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറേ ഓട്ടത്തിലായിരുന്നു. ഇതാ 700 റുപ്പീസ് ഉണ്ടാവും ലുലുവിൽ. ലുലുവിലൊക്കെ പോയാൽ ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ലുലുവിൽ ഒരു സ്റ്റോറ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ഇങ്ങനെ എല്ലാം സംസാരിച്ച് സെറ്റാക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. ആൻഡ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ 2 ദിവസം അപ്പുറം ഇപ്പുറമൊക്കെ പോയി നടന്നത്. അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ ഇരിക്കണം. അപ്പോൾ എല്ലാം ഏകദേശം ഒരു കരയ്ക്ക് എത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിന് എനിക്ക് കുറച്ച് ടൈം വേണമായിരുന്നു. അതുകൊണ്ടാണ് പാലക്കാട് ലുലു മതി എന്നാ. പാലക്കാട് ലുലു ഉണ്ടാ? പാലക്കാട് ലുലു ഇവിടെ കോട്ടയത്ത് ഒരു ലുലു മാളുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു പുള്ളി യൂസഫ് അലിക്ക് അറിഞ്ഞുകൂടാ തോന്നുന്നു ആ ലുലു മാളിനെ പറ്റി. കോട്ടയത്തുള്ള ലുലു മാളിനെ പറ്റി എന്തായാലും യൂസഫ് അലിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത് ലുലു മാളല്ലത്. ഞാൻ ഒരു ദിവസം ചെന്ന് കയറിയപ്പോ അത് ഹൈപ്പർ മാർക്കറ്റാ. അത് ഹൈപ്പർ മാർക്കറ്റാണ്. മനസ്സിലായോ? അത് ലുലു അല്ലത്. അത് ലുലു മോൾ എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഹൈപ്പർ മാർക്കറ്റാണത്. അവിടുത്തെ ഇതിനകത്ത് ചെന്ന് കയറി അത് കോട്ടയത്തുള്ളവർക്ക് തന്നെ അറിയാം. ബാക്കിയുള്ള 2 ലുലു മാൾ വെച്ച് പോകണം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രോപ്പർ മാൾ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ കൈസ് ഒരു കാര്യം കൂടെ, എൻ്റെ ലൈവ് പടയെന്ന് ഓഫായി നിന്നു എന്ന് വിചാരിച്ചാൽ നിങ്ങൾ വിചാരിക്കണമല്ല. നിന്നെന്ന് നിങ്ങൾ കാണുവാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചോണം എൻ്റെ നെറ്റ് പോയി, അല്ല എൻ്റെ കറണ്ട് പോയി, എൻ്റെ ഇൻവെർട്ടർ വീണ്ടും അടിച്ചു പോയി, മൊത്തത്തിൽ പോയി. ഇൻവെർട്ടർ ശരിയാക്കാൻ നാളെ ഇനി അവിടുന്ന് വരുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് PC ഇതൊന്നും ഓണാക്കുന്നില്ലായിരുന്നേ. ഞാൻ ഇന്നലെയാണ് PC ഓണാക്കിയത്. ഞാൻ ഇന്നലെ PC ഓണാക്കിയപ്പോഴാണ് ഇൻവെർട്ടറിൻ്റെ കാര്യം അറിയുന്നത്. മനസ്സിലാകണ്ടേ? ഞാൻ ഇത്രയും ദിവസം ഉപയോഗിച്ചില്ല ഗൈസ്. പുതിയ ഇൻവെർട്ടർ ആയിരുന്നു അത്. അവർ ഓൾറെഡി എൻ്റെ അടുത്ത് ഇത്ര ദിവസം ട്രയൽ അടിച്ച് നോക്കാൻ പറഞ്ഞായിരുന്നു. ട്രയൽ അടിച്ച് നോക്കാനുള്ള സമയം പോലും കിട്ടിയില്ല. കിടുക്കുകളോ നല്ലടാ, സത്യം സീരിയസ് ആയിട്ട് തമാശ പറയല്ല. മെനു പഠിച്ച കണ്ണാണ് വേടാ. അത് അന്വൻ ചുമ്മാ എടുത്തണം. ഞാൻ മെനു ഒന്നും നോക്കൊന്നും അല്ലായിരുന്നു. പിന്നെ പോഡ്കാസ്റ്റ് ചാനൽ നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ ഒരു പോഡ്കാസ്റ്റ് കൂടെ ഷൂട്ട് ചെയ്തു അന്വിൻ്റെ കൂടെ. നാളെ ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ഇടാം. അപ്പോൾ അതും കൂടി അതിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങ് ചെയ്തു. അന്വിൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ എല്ലാവരും കാണാനും സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത് പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ വെറുതെ ഇരിക്കുമല്ലായിരുന്നു, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഏഷ്യാസ് ബിഗസ്റ്റ് ലുലു മാൾ മതിയാണ്. അത് നമ്മുടെ ട്രിവാൻഡ്രം ലുലു. ജിം അപ്ഡേറ്റ്. ജിം കൊണ്ടില്ലേ, ബോഡിയൊക്കെ സെറ്റ് ആക്കിയിരിക്കുമല്ലേ ഞാൻ. പിന്നല്ലാതെ
പുള്ളി കൂളല്ലേ പിന്നെ എടാ ആള് ഭയങ്കര കിട്ടലാണ്, ഭയങ്കര റോ മനുഷ്യനാണ്. നമ്മളാ വീഡിയോ കാണുന്ന ആള് തന്നെയാണ് അങ്ങേര്, മനസ്സിലായി, അല്ലാതെ ഇതൊന്നും ഇല്ല. ആണാ യു ലുക്ക് സോ ഡിഫറെന്റ് എന്ന്. എടാ ലൈറ്റ് ആഡ് ചെയ്തടാ, ലൈറ്റ് ആഡ് ചെയ്തപ്പോ സൗന്ദര്യം വന്ന എനിക്ക് മനസ്സിലായ. ലൈറ്റ് ആഡ് ചെയ്തപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ബ്രൈറ്റ് ബോക്സിന് ഇത് പറഞ്ഞതിന് ശേഷം ബ്രൈറ്റ് ബോക്സ് അവൾ ഇവിടെ വന്നായിരുന്നു ഓണത്തിന്റെ രാത്രിയിൽ. ഞാൻ അവളുടെ അടുത്ത് നൈസായിട്ട് അവളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെ ലൈറ്റ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ചോദിച്ച് മനസ്സിലായ. അങ്ങനെ ലൈറ്റ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത്. ഇതെന്താടാ ഫെയിൽഡ് ടു ലോഡ്? എന്നെ എന്നെ കളഞ്ഞു കേട്ടെ എക്സ്ലാൻഡിസിന്ന്. മുടി വെട്ടിയോ? മുടി വെട്ടി ഇന്നലെ പോയി മുടി വെട്ടിയതേ ഉള്ളൂ. PL വാസു എടാ സിറ്റി അടിച്ചു പോയോ? എടാ try again at a later time. Check your network connection. If the issue presses, contact the server owner. ഇതെന്താ സെർവർ ഓണറിനെ കോണ്ടാക്ട് ചെയ്യാൻ? ഒരു മിനിറ്റ്. ഗ്യാങ്ങുമായിട്ട് അപ്ഡേറ്റ് ഉടനെ കൊണ്ടുവരും. നമ്മൾ ഇന്ന് RP ആയിട്ട് കയറി തുടങ്ങട്ടാ. 2 ദിവസം സമയം. എന്താ ഡിസ്കോഡ് നെയിം? ഡിസ്കോഡ് നെയിം ഒക്കെ കറക്റ്റ് ആണ്. ഇവിടെ ഇതിനകത്ത് സെർവർ ഓണർ കോൾ എടുക്കുന്നില്ല. കണക്ഷൻസ് പിന്നെ നമ്മൾ നേരിട്ടല്ലേ വിളിക്കുള്ളൂ. ഇതൊക്കെയല്ലേ ഇവിടെ കണക്ഷൻ. T47 പെർമനന്റ് ബാങ്ക് കൊടുക്കണോ? നിങ്ങൾ പെർമനന്റ് ബാങ്ക് കൊടുക്കണോ? ഒരു വാക്ക് പറഞ്ഞാൽ ഇപ്പൊ അനൗൺസ്മെന്റ് ഇടാം. പെർമനന്റ് ബാങ്ക് കൊടുക്കണം അമ്മമാർക്ക്. പിന്നെ കളിക്കട്ടെന്ന് വിചാരിച്ചാണ്. നമുക്ക് ശത്രുക്കളൊക്കെ വേണ്ട സിറ്റിയില്. പിന്നെ എടാ ഇതെന്താ എന്റെ ലോഡാവാത്തത്? നോ വേണ്ട. അതാ അതുകൊണ്ടല്ലേ നമ്മൾ കൊടുക്കാത്ത. അല്ലെ ഇപ്പൊ കൊടുക്കൂലേ? സ്പെക്സ് മാറ്റി. മറ്റേ സ്പെക്സ് ഒടിഞ്ഞു പോയടാ. എന്റെ എംപേരിയോ അർമാണി 3 വർഷം, നിങ്ങൾ എന്നെ കഴിഞ്ഞ 3 വർഷം എന്റെ സ്ട്രീമിൽ കണ്ടോണ്ടിരുന്ന ആ ഒറ്റ ഗ്ലാസ് ആണ്, മനസ്സിലായ? അത് ഇതുവരെ മാറ്റിയിട്ടില്ല. അത് ഒടിഞ്ഞു പോയടാ. അത് അതിന്റെ മണ്ടേ കയറി ചവിട്ടി. ഓണത്തിന് എങ്ങനെയായിരുന്നു എന്റെ തലയിൽ കൂടെ ഒക്കെ ആയിരുന്നു എനിക്ക് കാല്. എങ്ങനെ ഓടിയാതിരിക്കും? ഓ അത് ഒടിഞ്ഞു പോയത്. എടാ ഇതെന്താ ഇങ്ങനെ ഗ്ലാസ്? സ്പീക്കറിലാണേ ബ്രാവോ. ഇപ്പഴേ പറ, സ്പീക്കറിലാണ്, ലൈവ് കേൾക്കുന്നുണ്ടേ. ഞാൻ സെർവറിൽ കയറിയ സമയത്ത് അവര് കാണിക്കണമെന്ന് പറഞ്ഞാൽ പ്ലീസ് കോണ്ടാക്ട് ദ സെർവർ ഓണർ എന്നാണ്. ഈ ഇഷ്യൂ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് കാണിക്കുന്നത്. സെർവർ ലോഡിംഗ് ടു ഫെയിൽഡ്, പ്ലീസ് ഇഫ് ദ ഇഷ്യൂ പ്രസസ് കോണ്ടാക്ട് ദ സെർവർ ഓണർ. എന്താ കാര്യം? എന്താണ് അങ്ങനെ പറയലേ? നമ്പറിലെ ഇല്ല. അയ്യോ ബ്രാവോ മറ്റേ ഓണറാണുള്ളത് റിവീൽ ചെയ്തിട്ടില്ലായിരുന്നല്ലേ? പറഞ്ഞോ. എനിക്ക് മനസ്സിലായി. എന്താ കാര്യം? എന്താ ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഒരു 50,000 രൂപ ഗൂഗിൾ പേ നമ്പർ അയച്ചു, അതിൽ കിട്ടാൽ മതി. ശരിയാവും. ഞാൻ വേറെ നല്ല സിറ്റി കളിച്ചോളാം. ശരി എന്നാ ഡിമൻ സിറ്റി കയറോ? ബൈ. കട്ട് ചെയ്തിട്ട് 50,000 രൂപ ഗൂഗിൾ പേ ചെയ്താ ഇപ്പൊ സെറ്റ് ആക്കി തരാം. പക്ഷെ നമുക്ക് വേറെ സെർവർ അല്ലേ, പിന്നെ അല്ലാതെ LHS മാച്ച് കണ്ടോ? ഇവിടെ കണ്ടോ രാശി 2 കളി ഡിന്നർ അടിച്ച് പയ്യന്മാര് ക്വാളിഫൈ ആയി. പിന്നെ അല്ല രോമാഞ്ചം സാധനമൊക്കെ. സ്കാമർ, അതെ സ്കാമർ ആക്കിട്ടാ. പാർട്ട്നേഴ്സ് തമ്മിലുള്ള സംസാരം. ഞാനും ഒരു ഓണറിലുള്ള ഒരാളാണ്. ഞാൻ അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല പുറത്തങ്ങനെ. നിങ്ങൾ ആരടുത്തും പറയരുതാ മതി. ആർ സി കാർ കണ്ടില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ കൊച്ചു പിള്ളേരെ കൊണ്ടൊന്നും ലുലുവിലൊന്നും അങ്ങനെ പോകരുത് ഗൈസ്. അത് എന്ന് വെച്ചാൽ ഭയങ്കര നിർബന്ധമാണ്. ഇവരുടെ നിർബന്ധം കാരണം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായി? അതാ എന്ത് ചെയ്യാൻ പറ്റുമോ കണ്ട. എന്തൊരു നിർബന്ധമായിരുന്നറിയോ അവനിത് മേടിക്കണോന്ന്. ഭയങ്കര നിർബന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധം. ലാസ്റ്റ് പിന്നെ മേടിച്ചു കൊടുത്ത്. സസ്പെൻഷനൊക്കെ ഉണ്ട്, നല്ല രസമാണ്, നല്ല കിടില സസ്പെൻഷൻ. ഇതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഗൈസ്. ഇതിന്റെ സസ്പെൻഷനൊക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇത് അവൻ വെളിയിലൊക്കെ കൊണ്ടുപോയി അഴുക്കാക്കിയടാ. കണ്ട ഓഫ് റോഡൊക്കെ കൊണ്ടുപോയിട്ട് അടിച്ച്. ഇതെന്താ പട്ടിയുടെ മൂത്രോ? അല്ല വെള്ളമാ. ഇവൻ ഓഫ് റോഡൊക്കെ കൊണ്ടുപോയി നാശമാക്കി. എന്ത് ഇത് ലൈവ് ആയോണ്ടാ ഞാൻ പിന്നെ ഇത് കഴിയട്ടെ എന്നിട്ട് ചോദിക്കാം അവനോട്. പിന്നെ പിള്ളേരല്ലേടാ,
പിള്ളേരല്ലേ, അവരെന്തേലുമൊക്കെ നിർബന്ധം വെക്കും. നമ്മൾ അങ്ങനെ അങ്ങ് ഒരു മറ്റേ അഗ്രസീവ് ഡാഡി ആവാൻ പാടില്ലല്ലോ, മനസ്സിലായ? അഗ്രസീവ്